ചർച്ചിനെക്കുറിച്ച് ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മരണവും നിങ്ങൾക്ക് ജീവനവും. അല്ല, നിങ്ങളെക്കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നല്ല പറയുന്നത്, ചർച്ചിനെ കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നല്ല പറയുന്നത്, ചർച്ചിന് വേണ്ടി ഞാൻ മരിക്കുന്നു എന്നാണ് യഥാർത്ഥ അപ്പോസ്തലൻ പറഞ്ഞത്. യഥാർത്ഥ അപ്പോസ്തലൻ. അപ്പം ചർച്ചിനെ കൊണ്ട് ജീവിക്കുന്നവനല്ല ഒരു ദൈവദാസൻ, ചർച്ചിന് വേണ്ടി ജീവിക്കുന്നവനാണ് ദൈവദാസൻ. സ്തോത്രം. ചർച്ചിന് വേണ്ടി. ഞാൻ അങ്ങനെയുള്ള പല ദൈവദാസന്മാരെ എനിക്കറിയാം, കണ്ടിട്ടുണ്ട്, കേരളത്തിലുണ്ട്. സഞ്ചരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർക്ക് വലിയ യൂട്യൂബും ചാനലും ഫേമസും ഒന്നുമില്ല. പക്ഷേ അവരുടെ ചർച്ച എന്ന് പറയുമ്പോൾ, ആത്മാക്കൾ എന്ന് പറയുമ്പോൾ, ഇവാഞ്ചലിസം, സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങുകയും അവരുടെ കണ്ണ് നിറയുകയും ആത്മാക്കൾക്ക് വേണ്ടി അവരെ ദാഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ ഗുണം കഴിയും. സ്തോത്രം. ഞാൻ ഒത്തിരി ഓവർ ടോക്ക് ആയിപ്പോയി പറഞ്ഞേ. കുഷ്ഠരോഗം പുതിയ നിമിത്തം വരുമ്പോൾ അത് പാപം. കുഷ്ഠരോഗി ഏറ്റവും കൂടുതൽ സൗഖ്യമാക്കിയത് കുഷ്ഠരോഗി പാളയത്തിന് പുറത്താണ്. അതെ, പാളയവുമായിട്ട് കണക്ഷനില്ല. അപ്പം ഈ 4 കുഷ്ഠരോഗികൾ അവിടെ എന്താ നടക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. എവിടെ? ശമരിയല്ല, അല്ല, ഈ പാളയത്തിൽ എന്ത് നടക്കുന്നതെന്ന് അറിയത്തില്ല. ഇസ്രായേലിന്റെ പാളയത്തിൽ. അതെ, ഇസ്രായേലിന്റെ പാളയത്തിൽ എന്താ നടക്കുന്നതെന്ന്. അപ്പം ഈ എവിടെയോ കട്ട് ഓഫായി. ഈ കുഷ്ഠരോഗികൾ കട്ട് ഓഫാ, ഐസൊലേറ്റഡ്. ഈ സ്പിരിച്വൽ ഐസൊലേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കേൾക്കേണ്ടത് കേൾക്കാനും നമ്മൾ കാണേണ്ടത് കാണാനും അനുഭവിക്കേണ്ടത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ എവിടെയോ കട്ട് ഓഫാ. ഞാൻ പറഞ്ഞു വരുന്നത്, ദ സ്പിരിച്വൽ വേൾഡിൽ പലരും ഇന്നലെ കേട്ടത് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ഇപ്പം ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പം മുമ്പേ ദൈവദാസൻ വെനീസുലയുടെ കാര്യം പറഞ്ഞു. വലിയ എല്ലാ പത്രങ്ങളിലും വന്ന വലിയ വാർത്തയാണ്. അത് കേൾക്കാതിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? കേട്ടിട്ടില്ല. ഇപ്പം തന്നെ ഈ ഞാൻ ഓർക്കുന്നു, ഈ ഹിമാലയത്തിൻ്റെ സൈഡിൽ ഒക്കെ ഒരു ദൈവദാസൻ പോയിട്ട് അനുഭവം പറഞ്ഞത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നും ഇന്ദിരാഗാന്ധി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ അവർക്ക് ഇന്നത്തെ അറിയത്തില്ല. അവർക്ക് ഇന്നെന്താ ഇവിടെ നടക്കുന്നത്, ഇന്ന് എന്താ സംഭവിച്ചേക്കുന്നത് അവർക്കറിയത്തില്ല. അവർ ഇയേഴ്സ് ബാക്കിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന പോലെ സ്പിരിച്വൽ വേൾഡിൽ കട്ട് ഓഫ് ആയ ആൾക്കാരുണ്ട്. അവർ ഇപ്പോൾ എന്താണ് കർത്താവ്, ഇപ്പോൾ എന്ത് കർത്താവ് സംസാരിക്കുന്നു അറിയത്തില്ല. എവിടെയോ അത് വിശ്വാസികളെന്ന് മാത്രമല്ല, എനിക്കറിയത്തില്ല എത്ര പെർസെൻറ്റേജ് ദൈവദാസന്മാർ അത് എക്സ്പീരിയൻസ് എന്ന് അറിയത്തില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ആത്മാവിൽ നടക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ആത്മാവിൽ നമ്മൾ